ബാനിയുടെ ഭർത്താവായിട്ടുള്ള ജാസ് എപ്പോഴും തന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ബാനി ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ജാസിന് ഡിവോഴ്സ് കൊടുക്കാനായിട്ട് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ബാനിക്ക് ഡിവോഴ്സ് കിട്ടിയേ പറ്റൂ. ജാസിന് കുട്ടികൾ വേണമെന്ന് നിർബന്ധമായിരുന്നു. കാരണം അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ 5 വർഷമായി. ബാനിക്ക് അവളുടെ ഫ്യൂച്ചറും കരിയറും ഓർത്ത് കുട്ടികളെ ഇപ്പൊ എന്തായാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ജാസ് ഒരു വെഡിങ് ഫോട്ടോഗ്രാഫർ ആണ്. ഒരു ദിവസം അവന് അങ്ങനെ ഒരു വർക്ക് എടുത്ത് പോകുമ്പോഴാണ് അവിടെ വെച്ച് ബാനിയെ കാണുന്നത്. ബാനിയെ കണ്ട പാട് അവനക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ പിന്നീടാണ് മനസ്സിലാവുന്നത് അത് ബാനിയുടെ കല്യാണമാണെന്ന്. ചെക്കൻ കുറച്ച് തടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് തന്നെ ഈ ഒരു കല്യാണം മുടക്കാനായി ജാസ് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ തടി ഉണ്ടെങ്കിലും ചെക്കൻ നല്ല ക്യൂട്ടാണെന്നാണ് ബാനി പറയുന്നത്. കല്യാണ ചെക്കന് കുറച്ച് പണി ജാസ് അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ബാനിയുടെ സിസ്റ്ററിന്റെ കല്യാണമാണ് ഇത്. ബാനി വെറുതെ അവനെ വട്ടാക്കിയതാണെന്ന്. അന്ന് അവര് രണ്ടുപേരും ഒന്നിച്ചിരുന്ന് കുടിക്കുന്നല്ലാണ്ട് ബോധമില്ലാതെ ജാസ് ബാനിയോട് ഇന്ന് തന്നെ നമുക്ക് കല്യാണം കഴിക്കാം എന്ന് പറയുന്നുണ്ട്. അവനെ ഫസ്റ്റ് ടൈം പ്രപ്പോസ് ചെയ്യുന്നത് തന്നെ മാരേജ് പ്രപ്പോസൽ ആയിരുന്നു. അത് 1 മണിക്കൂറാണ് ബാനിക്ക് ആലോചിക്കാനായി ടൈം കൊടുത്തത്. പൂജാരിയെല്ലാം വിളിച്ച് ജാസ് കല്യാണത്തിന് ഇപ്പൊ റെഡി ആയി നിൽക്കാണ്. ബാനി 6 മണിക്കൂർ കഴിഞ്ഞിട്ടും എത്തിയിട്ടില്ല. അവസാനം രാത്രി ബാനി അവിടേക്ക് വരുന്നുണ്ട്. രണ്ടുപേരും കല്യാണം കഴിക്കുന്നുണ്ട്. ഫാമിലി ഇതിനെപ്പറ്റി അറിഞ്ഞപ്പോ ബാനിയെ അപ്പാട് അവര് പുറത്താക്കാണ് ചെയ്തത്. ജാസിനെ അക്സെപ്റ്റ് ചെയ്യാൻ അവര് തയ്യാറായിരുന്നില്ല. കല്യാണത്തിന് ശേഷം പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാതെ ബാനി ജാസിനെ ഒന്ന് അടുപ്പിച്ചേർന്ന് പോലുമില്ല. അവനക്ക് എന്നാ കുട്ടിയെ വേണമെന്ന് നിർബന്ധമായിരുന്നു. ഇത് മനസ്സിലാക്കിയ കോടതി അവർക്ക് 6 മാസം സമയം കൊടുക്കുന്നുണ്ട്. അതിനുള്ളിൽ തീരുമാനം മാറുകയാണെങ്കിൽ ഡിവോഴ്സ് ചെയ്യണ്ടായി എന്ന് പറയാണ്. ബാനി ഇപ്പോ ജാസിന്റെ അടുത്തുനിന്ന് മാറി താമസിക്കാനായി പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അവര് തമ്മിൽ ശത്രുത ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഹഗ് ചെയ്തിട്ട് ഒരു ബോട്ടിൽ കുടിച്ചിട്ടൊക്കെയാണ് അവര് പിരിയുന്നത്. പിന്നീട് 2 മാസങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. പ്രീത്ത് എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ കാണിക്കുന്നുണ്ട്. അവള് ട്രൂത്ത് ഓർ ഡയർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാര് ദൂരെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന ജാസിനെ പോയി കിസ് ചെയ്യാനായി പ്രീത്തിനോട് പറയുന്നുണ്ട്. ആക്ച്വലി പ്രീത്തിനെ ജാസിനെ അറിയാമായിരുന്നു. ഒരു പ്രാവശ്യം അവള് വെള്ളത്തിൽ പെട്ട ടൈമില് ജാസ് ആണ് അവളെ വന്ന് രക്ഷിക്കുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചു, അവള് പോയി കിസ് ചെയ്തോന്ന് അറിയാനായിട്ട് ഈ മൂവിയുടെ ഫുൾ എക്സ്പ്ലനേഷൻ കാണാൻ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.